സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 11,000-ഓളം മദ്രസയിൽ 1,25,000-ലധികം മുഅല്ലിമീങ്ങൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ അനുമോദിക്കുകയും അവരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അവരുടെ മഹത്വങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പരമലക്ഷ്യത്തോടുകൂടെയും ആചരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് മുഅല്ലിം ഡേ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, എന്നെ ഒരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് മുഅല്ലിമാവുക, മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസകളിൽ സേവനം ചെയ്യുന്ന മതാധ്യാപകന്മാർ തുച്ഛം ശമ്പളത്തിൽ വലിയ സമൂഹത്തിന് നേട്ടമുണ്ടാക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെ ഇസ്ലാമിൻ്റെ ഭാരപാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അധ്യാപകരെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവരുടെ ദുനിയവിയായ ഉഖ്റവിയായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ചും ദുആ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ ജീവനാഡിയാകുന്ന വിജ്ഞാനം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അധ്യാപകന്മാർ എന്നത്. വിശുദ്ധ ദീനിൻ്റെ ബാലപാഠങ്ങൾ ചെറിയ പ്രായം തൊട്ടേ നമ്മുടെ ഈ മേഖലകളിലൊക്കെയും ചെറിയ കുട്ടികൾക്ക് അറിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മുഅല്ലിമുകൾ തന്നെയാണ്. നമുക്കറിയാം, പലയിടങ്ങളിലും ഈ സമസ്തയുടെ വേരോട്ടമില്ലാത്ത മദ്രസകളില്ലാത്ത ഇടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെയുണ്ട്. അവിടെയൊന്നും വലിയ ആളുകൾക്ക് തന്നെ ഖുർആൻ ശരിക്കും പാരായണം ചെയ്യാനോ ഒരു ഫാത്തിഹ സൂറത്ത് ഓതുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്നും നിലകൊള്ളുന്നത്. എങ്കിൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാവർക്കും വിശുദ്ധ ഖുർആൻ നല്ലവണ്ണം പാരായണം ചെയ്യാൻ അറിയുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തികളാണ് മുഅല്ലിമുകൾ. അതുകൊണ്ട് മുഅല്ലിമുകളെ അവഗണിക്കാതെ അവരെ പരിഗണിച്ച് അവരെ ഈ സമുദായത്തിൻ്റെ മുൻനിരയിൽ നിർത്തേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അള്ളാഹു ഈ ലക്ഷോപലക്ഷം വരുന്ന മുഅല്ലിമുകൾക്ക് ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സേവനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.